തലശ്ശേരി എരഞ്ഞോളിയിലെ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ CPIM എന്ന നാട്ടുകാർ. പ്രദേശത്ത് സ്ഥിരം ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് മരിച്ചയാളുടെ അയൽവാസി. എല്ലാവർക്കും അറിയാം സത്യമായ കാര്യമാണ്. പക്ഷെ എല്ലാവരും ഭയന്നിട്ട് 10-15 വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇത് പിന്നെ ഇങ്ങനെ തന്നെ. കുടിൽ വ്യവസായം പോലെ ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് VD സതീശൻ. സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെന്ന് മുഖ്യമന്ത്രി. തിരുവനന്തപുരം കുളത്തൂർ മാർക്കറ്റിൽ നിന്ന് നാടൻ ബോംബ് കണ്ടെത്തി. മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപവുമായി K. സുധാകരൻ. മുഖ്യമന്ത്രി വിവരം കെട്ടവനെന്നും ആണത്തമുണ്ടോ എന്നും സുധാകരൻ. മുഖ്യമന്ത്രിയെ അവനെന്ന് വിളിച്ചും അധിക്ഷേപം. എരഞ്ഞോളിയിൽ മരിച്ചത് ചെറുപ്പക്കാരനല്ലല്ലോ എന്നും സുധാകരന്റെ വിവാദ പരാമർശം. തമിഴ്നാട് കള്ളക്കുറിച്ചിയിൽ വ്യാജമദ്യം കഴിച്ച് 14 മരണം. 40ഓളം പേർ ആശുപത്രിയിൽ. പലരുടെയും നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. അന്വേഷണം CBCIDക്ക് കൈമാറി സംസ്ഥാന സർക്കാർ. ഇടുക്കിയിലെ പട്ടയ വിതരണത്തിലും കയ്യേറ്റം ഒഴിപ്പിക്കലിലും ഇടപെട്ട് ഹൈക്കോടതി. സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ സർക്കാരിന് നിർദ്ദേശം. നേരത്തെ നൽകിയ പട്ടയങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഹൈക്കോടതി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പായെന്ന ഭർത്താവ് രാഹുൽ ഹൈക്കോടതിയിൽ. ഭാര്യയുമായി പ്രശ്നങ്ങളില്ലെന്നും കേസ് റദ്ദാക്കണമെന്നും ആവശ്യം. ഹർജിയിൽ കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി. കർഷകർക്ക് ആശ്വാസമായി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിച്ച് കേന്ദ്രം. വർധന നെല്ലുൾപ്പെടെ 14 ഖാരിഫ് വിളകൾക്ക്. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 23 രൂപയായി ഉയർത്തി. തീരുമാനം കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ.